പേരൻസിനെ ആരും മറന്നുകൊള്ള സാധ്യതയില്ല. കാരണം 10 മാസം പ്രായമുള്ള കുട്ടി അത് ആക്സിഡൻറ്റിൽ മരണപ്പെടുകയും ആ മരണത്തിന് ശേഷം ഇവർ അവയവങ്ങൾ ദാനം ചെയ്യുകയും എല്ലാം ചെയ്തതിന് ശേഷം ഈ പേരൻസ് ആ മരണ വീട്ടിലിരിക്കുന്ന ഒരു ഫോട്ടോയാണ്. അപ്പോൾ ഈ ഫോട്ടോ വെച്ചിട്ട് ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്യുകയും ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ ഹൃദയം തകരാറുണ്ട് കേട്ടോ. ആളുകളുടെ മെൻറ്റാലിറ്റിയൊക്കെ എത്രത്തോളം അധപതിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. അതായത് അവർ ചിന്തിക്കുന്ന രീതിയിൽ നമ്മുടെ ഇമോഷൻസ് പടച്ചു വിട്ടില്ലെങ്കിൽ നമ്മൾ മോശക്കാരായി. അതിൽ ആ വ്യക്തി ഏതൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പോലും ചിന്തിക്കാൻ പറ്റത്തില്ല. ഈ ഒരു ഫോട്ടോ വെച്ചിട്ട് അതിൽ താഴെ വരുന്ന കമൻറ്റും അതുപോലെയുള്ള അത് എഴുതി വിട്ടേക്കുന്ന കഥകളൊക്കെ ഇവരൊക്കെ ഒരു പേരൻസ് ആണോ, ഇവരൊരു മാതാവും പിതാവും ആണോ, ഇത് മരണ വീടാണോ എന്നുള്ള ചോദ്യങ്ങൾ സഹിതം ഒരുപാട് മോശപ്പെട്ട കമൻസുകൾ നമ്മുടെ സൊസൈറ്റിയിലേക്ക് ചിന്താഗതി എത്രത്തോളം താഴേക്ക് പോകുന്നു എന്ന് തെളിയിക്കുന്ന ഒരു കാര്യമാണ്. ശരിക്കും ഇവരിയ്ക്കുന്ന ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റൻസ് സ്റ്റേജാണ്. മരണത്തിന് എല്ലാവരും ഗ്രീഫിലൂടെ കടന്നു പോകുമ്പം 5 സ്റ്റേജുണ്ട്. അതിൽ ആദ്യത്തെ സ്റ്റേജാണ് ഡിനയിൽ, രണ്ടാമത്തെ സ്റ്റേജാണ് ആങ്കർ, മൂന്നാമത്തെ സ്റ്റേജ് ബർഗെയിനിങ്, നാലാമത്തെ സ്റ്റേജ് ഡിപ്രഷൻ, 5-ാമത്തെ സ്റ്റേജ് അക്സെപ്റ്റൻസ്. ഇതിൽ ഓരോന്നും നിങ്ങൾക്കറിയാവുന്നതാണ്. പക്ഷെ 4-ാമത്തെ സ്റ്റേജ് ഡിപ്രഷൻ. പല സ്ത്രീകളും അവരുടെ ഭർത്താക്കന്മാർ മരിച്ചു പോകുമ്പം സ്റ്റക്കായി പോകുന്ന ഒരു സ്റ്റേജാണ് ഡിപ്രഷൻ എന്നുള്ളത്. അപ്പോൾ ആ സ്റ്റേജിൽ സ്റ്റക്കായി പോയി കഴിയുമ്പം അവർ അക്സെപ്റ്റൻസിലേക്ക് വരാതിരിക്കുമ്പോഴാണ് അവർ വീണ്ടും പോയി സൂയിസൈഡ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഈ പേരൻസ് അക്സെപ്റ്റ് ചെയ്തു. പക്ഷേ അവർ ഒരു മിനിറ്റ് കൊണ്ടോ ഒരു മണിക്കൂർ കൊണ്ടോ അക്സെപ്റ്റ് ചെയ്തില്ല. എല്ലാവരും ചിന്തിക്കുക ഇവർ കടന്നുപോയ വേദനകൾ എത്രയോ വലുതാണെന്ന്. ആദ്യം ഇവർ ആക്സിഡൻ്റ് ഉണ്ടായെന്ന് അത് സമ്മതിക്കുന്നു, അല്ലെങ്കിൽ അവരത് മനസ്സിലാക്കുന്നു, അത് അക്സെപ്റ്റ് ചെയ്യുന്നു. അവരുടെ കുഞ്ഞ് ബ്രെയിൻ ഡെത്ത് ആയെന്ന് ഡോക്ടേഴ്സ് കൗൺസിൽ ചെയ്യുന്നു, അത് അക്സെപ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഓർഗൻ ഡൊണേഷനെ കുറിച്ച് പറയുന്നു, അത് അക്സെപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം അതിനുവേണ്ടി ഡിസൈഡ് ചെയ്യുന്നു. തൻ്റെ കുഞ്ഞിനെ കീറാനായിട്ട് അവർ സമ്മതിക്കുന്നു. ഇതെല്ലാം ഒരു അക്സെപ്റ്റൻസിലൂടെ കടന്നുപോയ ഒരു മാതാപിതാക്കളാണ്. അപ്പോൾ അവർ പിന്നെ സൊസൈറ്റീനെ കാണിക്കാൻ, വരുന്ന ആൾക്കാരെ കാണിക്കാൻ എത്ര നേരം കരയണം? അവർക്ക് കരയാൻ കഴിയില്ല. ശരിക്കും അവർക്ക് കരയാൻ കഴിയത്തില്ല. അവർ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. അവരുടെ കുഞ്ഞ് മരിച്ചുപോയി. അവരുടെ കുഞ്ഞ്, അവർക്ക് ഉള്ള ഒരു ആശ്വാസം എന്താ? ഇനി 5 കുഞ്ഞിലൂടെ അവർക്ക് ജീവിക്കാൻ പോവുകയാണ്. ആ ഒരു അക്സെപ്റ്റൻസ് ആണ് എല്ലാവർക്കും വേണ്ടത്. അത് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. പൊട്ടി കരഞ്ഞു കാണിക്കണം. എത്ര നേരം കരയും? ഐഡിയലി ഒരു സ്ത്രീ 7 to 10 minutes ആണ് ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതലായിട്ട് കരയാൻ പറ്റുന്നത്. അല്ല, ഒരു പുരുഷന് 4 to 5 minutes ആണ് കരയാൻ പറ്റുന്നത്. അതിൽ കൂടുതൽ നമ്മുടെ കണ്ണീന്ന് കണ്ണുനീര് വരത്തില്ല. ഒരു ദിവസം ആർക്കെങ്കിലും കരയാൻ പറ്റുമോ? 2 ദിവസം ആർക്കെങ്കിലും കരയാൻ പറ്റുമോ? ഇവരെത്ര ദിവസങ്ങൾക്ക് ശേഷമാണ് അവർ ആ മരണ വീട്ടിൽ വന്നിരിക്കുന്നത് അവരുടെ കുഞ്ഞിനെ ഓർത്ത്. പക്ഷെ പറയുന്ന ആളുകൾ ആരും അത് ചിന്തിക്കത്തില്ല. കാരണം നമ്മൾ മറ്റൊരാൾക്ക് എങ്ങനെയാണോ അവർ ആഗ്രഹിക്കുന്നത് അതുപോലെ നമ്മൾ റിയാക്ട് ചെയ്യണം. പക്ഷെ പലരും സ്റ്റക്കായി പോവും. പലരും ആ ആക്സെപ്റ്റൻസിൽ പിന്നെ അവർ കരയത്തില്ല. കാരണം എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഒരു അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ കുഞ്ഞ് മരിക്കുന്നത് തന്നെ അത് എത്രത്തോളം വിഷമമുള്ളൊരു കാര്യമാണ്. അത് അവരുടെ മരണം വരെ അവരെ ഹേർട്ട് ചെയ്യുന്ന ഒരു സങ്കടമാണ്. പക്ഷെ അതുപോലും മനസ്സിലാക്കാൻ വയ്യാത്ത രീതിയിലേക്ക് സൊസൈറ്റി ഇങ്ങനെ തന്നു പോയിക്കൊണ്ടിരിക്കണം. മുഴുവനെന്ന് പറയുന്നില്ല, പല സൊസൈറ്റിയും. പിന്നെ ഈ കുഞ്ഞിൻ്റെ പേര് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഈ അച്ഛനും അമ്മയും തമ്മിലുള്ള ഒരു സ്നേഹത്തിൻ്റെ ആഴം എന്തുവാന്ന്. പലർക്കും ആദ്യമായിട്ടൊരു കുഞ്ഞുണ്ടാവുമ്പം അച്ഛൻ്റെ അമ്മയുടെ പേരിടണം, അല്ലെങ്കിൽ അമ്മയുടെ അമ്മയുടെ പേരിടണം, അച്ഛൻ്റെ പേരിടണം. ഇങ്ങനെയുള്ള കുറേ ഡിസ്കഷൻസും ഇവിടെ പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് പേരിടുമ്പം ഈ കുഞ്ഞിനെ പ്രസവിച്ച അമ്മയുടെ പേര് ആരും ആഡ് ചെയ്യാറില്ല. ആദ്യം കുഞ്ഞിനൊരു പേരിടും, അത് കഴിഞ്ഞ് അച്ഛൻ്റെ അമ്മയുടെ പേരിടും, അല്ലെങ്കിൽ അമ്മയുടെ അമ്മയുടെ പേരിടും, പിന്നെ അവസാനം അച്ഛൻ്റെ പേരിടും. പക്ഷേ ഈ കുഞ്ഞിൻ്റെ പേര് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, അലൻ ഷാരോൺ ഇബ്രാഹിം. കാരണം അബ്രാഹാം, അതായത് ആ കുഞ്ഞിൻ്റെ പേരും ആ കുഞ്ഞിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പേരാണ് അവരിട്ടേക്കുന്നത്. അതിൽ തന്നെ അവർ തമ്മിലുള്ള സ്നേഹവും അണ്ടർസ്റ്റാൻഡിങ്ങും എത്രയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ ഇനിയെങ്കിലും അവരുടെ ആക്സെപ്റ്റൻസ് ആണെന്നത് കരുതുക. അവർ സന്തോഷിക്കുകയല്ല. അവരുടെ കുഞ്ഞിനെ അടക്കം ചെയ്യുമ്പം അവർ 10 മാസം പ്രസവിച്ച് 10 മാസത്തോളം വളർത്തി അവരുടെ സങ്കടത്തിലും കണ്ണീരിലും അല്ലെങ്കിൽ വിഷമത്തിലും ഒക്കെ അവരൊരു പുഞ്ചിരിക്കുന്ന മുഖം കണ്ട് ആ കുഞ്ഞിനെ അടക്കം ചെയ്യുമ്പോൾ അവർ സന്തോഷിക്കുകയല്ല. അവരൊരു കല്യാണ വീട്ടിലല്ല ഇരിക്കുന്നത്. മറിച്ച് തങ്ങളുടെ ജീവിതത്തിലുണ്ടായ അനുഭവം അവരെ അക്സെപ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോവാമെന്ന് എല്ലാവരും കരുതുക. അവരെ വെറുതെ വിടുക. താങ്ക്സ് ഫോർ വാച്ചിങ്.